പലപ്പോഴും ബിസിനസ്സുകൾക്കുള്ള കൺഫ്യൂഷനാണ് LLP ചൂസ് ചെയ്യണോ കമ്പനി ചൂസ് ചെയ്യണോ എന്നുള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസും പോസിബിലിറ്റീസ് ഒന്ന് പറയും. LLP വേണോ കമ്പനി വേണോ എന്നുള്ളത് എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആണ്, ഇപ്പോഴും ആൻസർ കിട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ വിഷനാണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നെക്സ്റ്റ് 5 ഇയറിൽ നമ്മളെ ബിസിനസ്സിന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പുറത്താണ് നമ്മൾ റിവേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ്സാണ്, നമുക്കൊരു 200-300 ആളുകളെ പാർട്ട്നേഴ്സിനായിട്ട് കൊണ്ടുവരണം. അധികം ഓഡിറ്റൊന്നും വേണ്ട, കംപ്ലയൻസ് ഒന്നും വേണ്ട, കുറേ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിങ് വേണമെന്നുണ്ടെങ്കിൽ LLP എന്ന് പറയുന്ന മോഡലാണ് നമുക്ക് നല്ലത്. ഈ LLPയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കോൺട്രിബ്യൂഷൻ, അത് നമ്മുടെ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ കൂടി കൈൻഡായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡീഡ് പ്രകാരം കസ്റ്റമൈസ് ചെയ്യാനും റൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ പുറത്താണ് ഷെയർ ഹോൾഡിങ് കാര്യങ്ങളെല്ലാം ഡിഫൈൻ ആവുന്നത്. പക്ഷേ നിർബന്ധമായും ഓഡിറ്റ്, കംപ്ലയൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ആളുകൾക്ക്, പബ്ലിക്കിന് ട്രസ്റ്റ് ഉണ്ടായിരിക്കുക പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന മോഡൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ LLPയുടെ തന്നെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് കമ്പനിയാക്കി മാറ്റാം സബ്ജക്റ്റ്. അപ്പോൾ നോർമലി എപ്പോഴും അഡ്വൈസ് ചെയ്യുക, നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LLPയിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ഒരു ഫേസ് ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് മൂവ് ചെയ്യാം. ഇനി ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ട്, നമ്മുടെ പ്ലാനിങ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി.